മിസ്റ്റർ മത്തി, ഇത്ര അഹങ്കാരം പാടില്ല. കടലിൽ സ്രാവിന്റെയും നെയ്മീനിന്റെയും ഒപ്പം നീന്തിയിട്ടുണ്ടാകാം എന്ന് വെച്ച് കിലോയ്ക്ക് 300-400 രൂപ കിട്ടണമെന്ന് വാശി പിടിക്കരുത്. വന്ന വഴി മറക്കരുത്. ഒരു മത്തിപ്രേമി സോഷ്യൽ മീഡിയയിൽ കുറിച്ച വരികളാണിത്. സമാനമായ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മത്തി ലഭിക്കുന്നത് കേരള തീരത്താണെങ്കിലും ട്രോളിംഗ് നിരോധനം വന്നതോടെയാണ് മത്തിവില റിച്ചായത്. ഇനി മത്തി വറുത്തതും കറിവച്ചതും കഴിക്കണമെങ്കിൽ കൈ പൊള്ളുമെന്ന് ചുരുക്കം. കോഴിക്കോട്ടെ സെൻട്രൽ മാർക്കറ്റിൽ നിന്ന് രാഹുൽ KV ചേരുന്നുണ്ട്. രാഹുൽ, കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഒരു കണക്ക് ഞാൻ വായിച്ചത്. നമ്മുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ പരിശോധിക്കുന്ന കൂട്ടത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മത്സ്യം ലഭിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് മത്തിയാണ് എന്ന്. ഇന്ത്യയിലാകെ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് കഴിഞ്ഞ ഈ വർഷം അയലയാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തേക്കാൾ കേരളത്തിൽ മത്സ്യലഭ്യതയുടെ അളവ് കുറഞ്ഞിട്ടുണ്ട് എന്നുമൊക്കെ ആ റിപ്പോർട്ടിൽ വിശദമായി പറയുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റിലെ സ്ഥിതിയിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന മത്തി, പക്ഷേ ആ മത്തി കിട്ടാനുള്ള അതിന് വലിയ വിലയാണ് എന്ന് വരുമ്പോൾ എന്താണ് ഈ കണക്കുകൾ തമ്മിലുള്ള വ്യത്യാസം, അന്തരം എന്താണ് മാർക്കറ്റിൽ കാണാൻ കഴിയുന്നത്? രതീഷ് പറഞ്ഞതുപോലെ തന്നെ ട്രോളിംഗ് നിരോധന സമയമാണ്. മീൻ എല്ലാത്തിനും വില കൂടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മത്തി തന്നെയാണ് ഇതുപോലെ പിടിതരാതെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിൽ 1 കിലോ മത്തിക്ക് 320 രൂപയാണ് വില. ഇന്നലെ 300 രൂപയായിരുന്നു. ഒരു ദിവസം കൊണ്ട് 20 രൂപയുടെ വർധന വന്നിട്ടുണ്ട്. അത് മത്തി യഥാർത്ഥത്തിൽ മാർക്കറ്റിൽ കാണാനേ ഇല്ല എന്നതാണ് സ്ഥിതി. ഇതിപ്പോൾ ഉച്ചഭക്ഷണം കഴിഞ്ഞുള്ള സമയമാണ്. അതുകൊണ്ട് മാർക്കറ്റിൽ പൊതുവെ തിരക്കാണ്. മത്തി, അയില ഉൾപ്പെടെയുള്ള മത്സ്യങ്ങൾ മാർക്കറ്റിലും കാണാൻ ഇല്ല എന്നത് തന്നെയാണ്. വലിയ മത്സ്യങ്ങളുണ്ട്, നമുക്ക് കാണാൻ കഴിയും. ആവോലിയുണ്ട്, പപ്പൻസ്, അങ്ങനെയൊക്കെയുണ്ട്. അതിൻ്റെയൊക്കെ വില വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ കുതിച്ചു വരുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ മത്തി തന്നെയാണ്. ഇവിടുത്തെ മത്തി എവിടെ എന്നാണ് ചോദ്യം. മത്തി ഇല്ല സാർ. മത്തി രാവിലെ കുറച്ചുണ്ടായിരുന്നത് 300, 320, 330 രൂപ വിലയാണ്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് മത്തി ഉണ്ട്, അത് 280 രൂപ ഒക്കെ വിലയായിരുന്നു. സാധനം ഇപ്പോൾ തീർന്നു പോയി. ഇനി വൈകിട്ട് ചിലപ്പം വരാൻ സാധ്യത ഉണ്ട്. ഇവിടുത്തെ എവിടെയെങ്കിലൊക്കെ സാധ്യത ഉണ്ട് വരാനുള്ള സാധ്യത. എന്താ ഇങ്ങനെ മത്തി കിട്ടാണ്ടായി പോയാൽ? നമ്മൾ സാധാരണ ട്രോളിംഗ് നിരോധന സമയത്ത് ഈ യന്ത്രം വെച്ച ബോട്ടുകൾ പോകുന്നില്ലെങ്കിലും അല്ലാത്ത ബോട്ടുകൾ പോയി പിടിക്കുന്നുണ്ടല്ലോ. അതിപ്പം പൊതുവേ മത്സ്യം കുറവായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഈ കൊല്ലം വളരെ കുറഞ്ഞിട്ടാണ് വരുന്നത്. കഴിഞ്ഞ കൊല്ലമൊക്കെ പിന്നെയും കുറേ മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. കൊല്ലം തീരെ അങ്ങനെ മത്സ്യങ്ങൾ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെയാണോ? മത്തിയൊന്നും കിട്ടാനേ ഇല്ലേ പോയാലേ? മത്തി കിട്ടാനില്ലായിട്ടാണ്, സാധനം വരാറ്റാണ്. ഉണ്ടെങ്കിൽ ഇവിടെ വരുന്ന മീനാണ്. കൂടുതൽ സെൻട്രൽ മത്സ്യം വരുത്തോടെ. പിന്നെ പുതിയാപ്പലുണ്ടാവും. വൈകിട്ട് നേരം വൈകി കുറച്ച് പുതിയ മീൻ വരും. മഞ്ചിക്കായ്ക്കുള്ള മീൻ ഉണ്ടാകാറുണ്ട്. പൊതുവെ ടൈറ്റാണ്, അതാണ്. പൊതുവില എല്ലാത്തിൻ്റെ എങ്ങനെയുണ്ട്? എല്ലാത്തിനും ആവോലുണ്ട്, പപ്പൻസ് ഉണ്ട്. അയക്കോറൊക്കെ വില ഒക്കെ ജാസ്തിയാണ്. അയക്കോറൊക്കെ 1400 രൂപ വിലയാണ്. ആവോലിക്ക് 700 രൂപ വിലയാണ്. പപ്പൻസ് ഉണ്ട്, 350 പപ്പൻസ് വിലയാണ്. മത്സ്യം പൊതുവെ വില തന്നെയാണ് മത്സ്യത്തിനുള്ളത്. ഓക്കെ, നമ്മൾ ഈ കണക്കുകളൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ മത്തി ലഭിക്കുന്നത് നമ്മുടെ കേരള തീരത്താണെന്നാണ്. പക്ഷേ ഈ ട്രോളിംഗ് നിരോധന സമയമാകുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ലഭ്യത ഇല്ലാണ്ടാവുന്നത്? പൊതുവെ മത്സ്യം കുറവായത് കൊണ്ടാണ് പിന്നെ സാധനം വരാത്തത്. അല്ലെങ്കിൽ ട്രോളിംഗ് ആയാലും മത്തിക്കൊന്നും ക്ഷാമം ഉണ്ടാകാനില്ല. പ്രാവശ്യം എല്ലാ ക്ഷാമം മത്തിക്കാൻ ഉണ്ടായിരുന്നു കൂടുതലായിട്ട്. തവണത്തെ ഒരു പ്രത്യേകതയാണ്. ഇപ്രാവശ്യം പ്രത്യേകതയാണ്. അതാണ് തമിഴ്നാട് ട്രോളിംഗ് കഴിഞ്ഞതാണ്. തമിഴ്നാട് ട്രോളിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞാൽ മത്സ്യം ഇവിടെ വരും. അപ്പോൾ തമിഴ്നാട് മത്തിയും അയിലയൊക്കെ ആവും ഇവിടെ. പൊതുവെ മോശമാണ്. ഏതൊക്കെ മീനാണ് കൂടുതലായിട്ട് വരുന്നത്? കൂടുതലാക്കി ഇവിടെ വരുന്നത് ഇപ്പോൾ ആവോലുണ്ട്, പിന്നെ സ്രാവുണ്ട്, പപ്പൻസ്, അതൊക്കെ തന്നെയുള്ള മീൻ മറ്റു ഇവിടെ വരുന്നത്. ഒക്കെ വരുന്ന മീനാണ്. വലിയ മീനാണ് അല്ലേ? ഇതൊക്കെ വലിയ മീനുകളാണ്. ചോദിച്ചു വരുന്ന ആളുകളോട് എന്താ പറയുന്നത്? സാധനം ഇല്ലാതെ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് സാധനം ഉണ്ടെങ്കിൽ കൊടുക്കും. രാവിലെ ഉണ്ടായിരുന്നു ഇവിടെ മത്സ്യം ഉണ്ട്, മത്തി ഉണ്ടായിന്. അതൊക്കെ നമ്മൾ എല്ലാവരും കൊണ്ടുപോകണം. പല മാർക്കറ്റിൽ നിന്ന് ആൾക്കാർ പോലെ വരുന്നല്ലേ സെൻട്രൽ മാർക്കറ്റിൽ. എല്ലാവരും കൊണ്ടുപോകണം മാർക്കറ്റിൽ. ചേട്ടാ ഓയ്, ഇന്ന് വരാ. നിങ്ങളോട് ഇതന്നെ ചോദിക്കാനുള്ളേ, എവിടെ മത്തി? ഇല്ലാത്തപ്പോൾ അങ്ങനെ ഉണ്ടാക്കൂ. മത്തി എന്ന് പറയുമ്പോൾ കടലിലെ മീൻ പൊതുവെ കുറവാണ്. ആ കുറവിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പം ഇങ്ങനെ മീനുണ്ടാകുമ്പോൾ ഇവിടെ ഏറ്റവും വില കുറവുള്ള മാർക്കറ്റിൽ തന്നെ. അത് മാർക്കറ്റിൽ തന്നെ കൊടുക്കാൻ കഴിയുള്ളൂ കുറവിൽ. വേറെ കൂടിയും കിട്ടൂല. അത് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ ഫീസർ മീനുകളാണ്. ആവോലി, പപ്പൻസ്, സ്രാവ്, ഇങ്ങനെയുള്ള മീനുകളൊക്കെ തന്നെ ഉള്ളു. വേറെ പ്രത്യേകിച്ച് മീനുകളൊന്നും ഇല്ല, വളരെ കുറവാണ്. കുറേ കാലത്തിൻ്റെ ശേഷം മാർക്കറ്റ് ഇങ്ങനെയാണ്. ഈ വില കൂടുതലായിട്ട് മത്തിയൊക്കെ ടോപ്പ് റേറ്റ് ആയിപ്പോയില്ലേ.
ഇപ്പൊ നാളെ പെരുന്നാൾ കൂടെ ഇല്ല, അതിന്റെ തിരക്കൊന്നും കാണാനില്ലേ? തിരക്കെന്ന് പറഞ്ഞാൽ മീനിന്റെ വില കൊണ്ടാണ്, മത്സ്യത്തിന്റെ വില കൊണ്ടാണ് ഇത്ര ആള് കുറവ്. അല്ലാന്നുണ്ടെ നല്ല ആള് വരുന്ന സമയമാണ്. മീൻ വാങ്ങാൻ വന്നൊരു ഏട്ടനുണ്ട് നമ്മുടെ കൂടെ. എന്താ പറഞ്ഞേ? നാട്ടിൽ മത്തി കാണാത്തത് കൊണ്ട് ഇവിടെ ടൗൺ സെൻട്രൽ മാർക്കറ്റിൽ ഉണ്ടാവും വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഇവിടെയും ആ സാധനം കാണാനില്ല. സാധാരണക്കാരെ സംഭവമാണല്ലോ മത്തി. അപ്പോൾ അയക്കൂറിനേക്കാൾ കൂടുതൽ പ്രിയപ്പെട്ട മീനല്ല, പ്രിയപ്പെട്ട മീനാണ്. അല്ലേ 300-350 തന്നെ സാധാരണക്കാരുടെ മീൻ അല്ലാതെ മാറി മത്തി. അയക്കൂറ വാങ്ങുന്നതിനുള്ളതാ. മത്തിനേക്കാളും വാങ്ങാൻ സുഖം അയക്കൂറായി മാറി. വാങ്ങിയാലോ? ശരി, അതിലൊക്കെ എത്തിക്കുന്നു. മത്തി എവിടെയോ അയക്കൂറ എവിടെയോ ആയിരുന്നു. അതെ അതെ, രണ്ടറ്റത്തായിരുന്നു. ഇപ്പോൾ ഓവർടേക്ക് ചെയ്തിരിക്കുക. മത്തി ഓവർടേക്ക് ചെയ്തു. വാങ്ങിയാ പോരെ? മത്തിക്ക് പകരം അയക്കൂറ വാങ്ങിട്ട് പോവാ. മീൻസോ അയക്കൂറ അങ്ങനെ എന്തെങ്കിലും വാങ്ങാനുള്ള പരിപാടിയാണ്. ഏട്ടാ നിങ്ങളും അങ്ങനെ മത്തി വാങ്ങാൻ വന്നാ? ഞാൻ മത്തി നോക്കി വന്നാ നാടൻ മത്തി ഉണ്ടാവുന്ന പറഞ്ഞില്ല ഇവിടെ. ഇപ്പൊ തീരെ കിട്ടുന്നില്ല. നമ്മൾ നിരാശരായി പോവാ. എവിടുന്ന് വരുന്നത്? ഞങ്ങൾ എളേറ്റ് വിട്ടോളിയാ. അവിടുന്ന് വരിക? അവിടെ വരിക. ഇത്രയും ദൂരം മത്തി കിട്ടാനില്ല. അപ്പൊ ഇവിടെ ആയാലും ചിലപ്പോൾ മത്തി ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് പലരും പറയുന്നത്. അതുകൊണ്ട് വന്നു നോക്കിയായിരുന്നു. ഇപ്പൊ ഇവര് പറയുന്നത് മത്തിനേക്കാണെങ്കിൽ ആഗോലി വാങ്ങിക്കില്ല, അതാണ് ലാഭം. മത്തി കിട്ടുന്നില്ല, മാത്രമല്ല ഭയങ്കര വിലയാണ്. നമ്മൾ മത്തി വേണ്ടെന്ന് വെച്ച് ഇപ്പൊ മത്തിയും വേണ്ട കോഴിയും വേണ്ട. അല്ല, 25 കിലോമീറ്റർ മത്തിക്ക് വേണ്ടി വന്നാ? മത്തി തന്നെ വേണ്ടേ? വേറെ എന്താ മതി? അതെ, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാവും കേട്ടോ. ഈ ആഗോലി ആയിക്കോട്ടെ ഇതൊക്കെ വേണമെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും. അത് പോരായിട്ടാണ് ചില ആൾക്കാർക്ക് മത്തി തന്നെ കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പം ഇക്കൊല്ലം ഇപ്പം മത്തിയില്ല. കോഴിയാണെങ്കിൽ കോഴിക്ക് ഭയങ്കര വില. ഇപ്പം കുറഞ്ഞുണ്ടോ? എല്ലാം ഒരാഴ്ച ഇവിടുന്ന് പോയിട്ട് അപ്പം അന്നേരത്തെ റേറ്റ് ഓർമ്മയില്ല. അതാണ് മത്തിയാന്ന് വിചാരിച്ചിട്ട് വേറെ എന്തെങ്കിലും മീൻ വാങ്ങിയിട്ട് തിന്നേണ്ടി വരും. അല്ലാതെ വേണ്ടി വരും. ഇങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ തിന്നാൻ നിൽക്കേണ്ടി വരും. നിങ്ങള് ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങള് ഇനിയിപ്പോ എന്ത് മീനാ വാങ്ങുന്നേ? ഞങ്ങളിപ്പം വാങ്ങാൻ വിചാരിച്ച ഇപ്പൊ ആഗോലി വാങ്ങിയാലും മത്തി വാങ്ങിയാലും ഏകദേശം നമ്മൾ പണ്ട് വാങ്ങിയ ആൾക്കാർക്ക് കണക്ക് കറക്റ്റാണ്. റൈറ്റ് ഈക്വൽ ചെയ്യുമ്പോൾ 100-150 മത്തിക്ക് 300 കൊടുക്കണ്ടേ? അതിൽ നല്ല ആഗോലി വാങ്ങല്ലേ? നിങ്ങളെ അഭിപ്രായം എന്താ? അല്ലേ? അതിൽ ഈ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ്, കണ്ടതുപോലെയാണ്. 25 കിലോമീറ്ററൊക്കെ സഞ്ചരിച്ച് കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിലേക്ക് മത്തി വാങ്ങാൻ വന്ന ചേട്ടനൊക്കെയാണ് നിരാശനായി മടങ്ങുകയാണ്. നാട്ടിൽ മത്തി കാണാനില്ലാത്തതുകൊണ്ടാണ് ഇവിടെ സെൻട്രൽ മാർക്കറ്റിലേക്ക് വന്നത്. ഈ വിധത്തിലാണ് എല്ലായിടത്തെയും സ്ഥിതി. മത്തി കാണാനില്ല, വില വലിയ വർധനയാണ്. രാവിലെയുള്ള സമയത്തൊക്കെ മത്തി കുറച്ച് വരുന്നുണ്ട്, അത് വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ വാങ്ങി തീരുകയും ചെയ്യാണ്. മറ്റു വലിയ മത്സ്യങ്ങളുണ്ട്, അതിൻ്റെയും ലഭ്യത പൊതുവേ കുറവാണ്, വിലയും വർദ്ധിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനം മാത്രമല്ല, ഈ കാലാവസ്ഥയിലുണ്ടായ വലിയ വ്യതിയാനം, നേരത്തെ അനുഭവപ്പെട്ട കടുത്ത ചൂടൊക്കെയാണ് മീനിൻ്റെ ലഭ്യത ഈ വിധത്തിൽ വളരെ കുറവാകാൻ കാരണമെന്നാണ് മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളും അതുപോലെ കച്ചവടക്കാരുമൊക്കെ പറയുന്നത്. രതീഷ്. ശരി, രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും മത്തി റിച്ചായി മാറിയിരിക്കുകയാണ്. കിട്ടാനുമില്ല, കിട്ടുകയാണെങ്കിൽ വലിയ വിലയും മറ്റു മീനുകളുടെയും ലഭ്യത വലിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ്. കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിൽ നിന്നാണ് രാഹുൽ ഈ വിവരങ്ങൾ നൽകിയത്. തിരികെത്താം.